Hi students, നമ്മൾ ഇന്ന് സെൽഫ് എക്സാമിന്റെ റൈറ്റിംഗ് ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ലിസ്ണിംഗ് എന്താണെന്നും റീഡിംഗ് എന്താണെന്നും കണ്ടു കഴിഞ്ഞു. ഇനി റൈറ്റിംഗ് എന്താണ്, റൈറ്റിംഗിൽ എത്ര ടാസ്കുകളുണ്ട്, വേർഡ് കൗണ്ടുകൾ എത്രയാണ് എന്നൊക്കെയുള്ള ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. റൈറ്റിംഗിന്റെ അകത്ത് നമുക്ക് രണ്ട് ടാസ്ക് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇമെയിൽ ആണ് ആൻഡ് രണ്ടാമത്തത് വരുന്നത് റെസ്പോണ്ട് ടു എ സർവേ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇത് രണ്ടും സിമ്പിൾ ആണ്. ഇത് സിമ്പിൾ ആകാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സമയവും വേർഡ് ലിമിറ്റും അത് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പി ടിക്കകത്താണെങ്കിൽ പി ടി അക്കാഡമിക്കിന് നമുക്ക് ഒരു എസ് എഴുതാൻ നമുക്ക് ആകെ കിട്ടുന്നത് 20 മിനിറ്റ് ആണ് ആൻഡ് വേർഡ് കൗണ്ട് വരുന്നത് 200 to 300 ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ടെംപ്ലേറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ഇമെയിൽ ആണെങ്കിൽ പി ടി കോറിന് ഇമെയിലാണെങ്കിൽ നമുക്ക് 8 മിനിറ്റോളം ഒക്കെ സമയമുള്ളൂ ആൻഡ് മിനിമം ഒരു 100 വേർഡ്സ് എങ്കിലും എഴുതണമായിരുന്നു. എന്നാൽ ഇവിടെ ഇമെയിൽ റൈറ്റിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അരമണിക്കൂർ സമയമാണുള്ളത് ആൻഡ് നമുക്ക് വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 150 to 200 ആണ്. ഓക്കെ, അപ്പൊ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇമെയിൽ ആണെങ്കിലും റെസ്പോണ്ട് സർവേ ആണെങ്കിലും ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ ഇമെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതെന്താണ് എന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇമെയിലിന്റെ അകത്ത് നമുക്ക് ആദ്യം ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ എന്തിനെ കുറിച്ചിട്ടാണ് ഇമെയിൽ എന്നുള്ളത് ഇതുണ്ടാവും. ഫോർ എക്സാമ്പിൾ, യു ആർ an employee in a big organization. Recently you lost your work ID card, which is very important to get access into different areas inside the office premises. You urgently need a replacement. അപ്പൊ അതിന് എന്താണ് ചെയ്യണം, അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കവർ ചെയ്യണം എന്നിട്ട് ഓൾറെഡി പറയുന്നുണ്ട്. യുവർ ഇമെയിൽ ഷുഡ് ഡു ദ ഫോളോയിങ് തിങ്സ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇമെയിലിൽ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടാവും. ഇത് ഇത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇസ് എക്സ്പ്ലെയിൻ ഹൗ യു ലോസ്റ്റ് യുവർ ID, explain why it is important, ask for a replacement ID card. അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മെയിലിൻ്റെ അകത്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം, നമുക്ക് ID കാർഡിന്റെ നമ്പർ അറിയാമെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. എന്നാണ് അത് മിസ്സായി പോയത്, എവിടെ വെച്ചിട്ടാണ് നമ്മൾ മിസ്സായി പോയത്, ആൻഡ് ആ ഒരു ID കാർഡ് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പല ഓഫീസിൽ പല സ്പേസിലും കയറാൻ ഇത് വേണമായിരിക്കും ടാപ്പ് ചെയ്യാനായിട്ട്. അപ്പം why it is important and നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റീപ്ലേസ്മെന്റ് തരിക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം. സോ നമുക്ക് ഒരു 150 to 200 വേർഡ്സ് നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ആൻഡ് ഹാഫ് അവർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറെ മെച്ചം എന്താ വെച്ചാല്, ഒന്ന് നമുക്ക് ഇവിടെ വേർഡ് കൗണ്ട് ഉണ്ട്. അത് നമുക്കിപ്പോ പി ടിക്കകത്താണെങ്കിലും എല്ലാത്തിൻ്റെ അകത്ത് നമുക്ക് വേർഡ് കൗണ്ട് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ വേറൊരു മെച്ചം എന്താ വെച്ചാൽ നമുക്ക് സ്പെൽ ചെക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എഴുതുന്ന സാധനങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എംപ്ലോയിക്ക് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചു, എംപ്ലോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ റെഡ് ലൈൻ വരും. അപ്പൊ റെഡ് ലൈൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ വരും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, എംപ്ലോയി എന്നാണോ, എംപ്ലോയിഡ് എന്നാണോ, എംപ്ലോയർ എന്നാണോ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചെന്നുള്ള ഒരു ഓപ്ഷൻസ് വരും. അതിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സ്പെല്ലിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു പേടി വേണ്ട. മറ്റേ നമുക്ക് സ്പെല്ലിംഗ് ശരിയാണോ, ഇവിടെ എ ആണോ വരണ്ടേ, ഇവിടെ ഇ ആണോ വരണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് ആ വേർഡ് എന്താണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. ആൻഡ് നമുക്ക് സ്പെല്ലിംഗ് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് സ്പെൽ ചെക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. രണ്ട്, ഇവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അത് നമുക്ക് തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഈ എംപ്ലോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ആ സാധനം നമുക്ക് കോപ്പി ചെയ്തിട്ട് വേറൊരിടത്തേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടെ നമുക്കുണ്ട്. സോ ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് സ്പെൽ ചെക്ക് എന്നുള്ളത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സമയം അരമണിക്കൂറുണ്ട്, പിന്നെ വേർഡ് കൗണ്ട്. സോ ആൻഡ് ഇതൊരു ഈസി ടാസ്ക് ആണ്. എപ്പോഴും അത്യാവശ്യം സ്കോർ CLB 7 അല്ലെങ്കിൽ അതിന്റെ എബോവ് നോക്കുന്ന ആളുകൾ എപ്പോഴും സെൽഫ് ഹെൽപ്പ് ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് അത്യാവശ്യം വൊക്കാബുലറി ഉണ്ട്. നമ്മളൊരു ആവറേജ് ഓർ എബോ ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും സെൽഫ് ഹെൽപ്പ് നോക്കുന്നതായിരിക്കും നല്ലത്.
വേറെ നിങ്ങൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങൾ PT കോർ നിങ്ങൾ നോക്കുക. ആൻഡ് രണ്ടാമത്തെ ടാസ്ക് വരുന്നത് വെച്ചാൽ റെസ്പോണ്ട് ടു എ സർവേ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. റെസ്പോണ്ട് ടു എ സർവേ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതിനും നമുക്ക് 1/2 മണിക്കൂറുണ്ട്. അതിന് വേർഡ് കൗണ്ട് വരുന്നത് 150 to 200 ആണ്. റെസ്പോണ്ട് ടു എ സർവേ ക്വസ്റ്റ്യനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. റെസ്പോണ്ട് ടു എ സർവേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, യു വർക്ക് ഇൻ എ ബിഗ് കമ്പനി, യുവർ എംപ്ലോയർ ഹാസ് ഡിസൈഡഡ് ടു പ്രൊവൈഡ് എ പെയ്ഡ് പാർക്കിംഗ് സർവീസ് അറൌണ്ട് ദ ഓഫീസ് premises to all the employees. He has come up with 2 possible alternatives for the parking fee. He has sent out a survey to know the preference of all the employees. ഇതാണ് അവരുടെ ഒരു ഇൻഫർമേഷൻ. സോ ഈ ഒരു സർവേ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അത് കിടപ്പുണ്ട്, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് യു പ്രിഫർ. Why do you prefer your choice? Explain the reason for your choice. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സർവേക്കകത്ത് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് per day charges $2.5 for regular hours excluding the extra charges for overnight parking. അപ്പം റെഗുലർ അവേഴ്സ് $2.5 ആണ് ആൻഡ് എക്സ്ട്രാ ചാർജസ് ആണ് ഓവർനൈറ്റ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണെങ്കിൽ മന്ത്ലി ചാർജസ് $60, including the charges for the overnight parking. It will be deducted directly from the salary. ഇതിൽ ഏത് ഓപ്ഷൻ ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ $2.5 ഇൻറ്റു എത്ര 25 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അത് എത്രയാണെന്ന് നോക്കും. അപ്പൊ അത് 60നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഓപ്ഷൻ ബി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം അതിന് നമുക്ക് ഏതാ വേണം, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. മന്ത്ലി ചാർജസ് ഓഫ് $60 ഇൻക്ലൂഡിംഗ് ദ ചാർജസ് ഫോർ ദ ഓവർനൈറ്റ് പാർക്കിംഗ്, ഇറ്റ് വിൽ ബി ഡിഡക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ സാലറി. അപ്പൊ നമ്മൾ ഇത് ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് പോയാൽ പോരാ, യു ഷുഡ് റൈറ്റ് ദ റീസൺ വൈ ഡു യു ചൂസ് ദാറ്റ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ആൻഡ് മുമ്പേ ഇമെയിലിന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് താഴെ നമുക്ക് വേർഡ് കൗണ്ട് എത്രയാണ് എന്നുള്ളത് കാണിക്കും. അത് മാത്രമല്ല ഇവിടെയും നമുക്ക് സ്പെൽ ചെക്ക് ഉണ്ട്. നമ്മൾ എഴുതുന്ന വേർഡിന്റെ മന്ത്ലി, ഫോർ എക്സാമ്പിൾ മന്ത്ലിക്ക് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ അവിടെ ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ സ്പെൽ ചെക്ക് ഉണ്ടാവും. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്യാം. ആൻഡ് ഇതിനും കോപ്പി പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബി ചൂസ് ചെയ്തു. സോ വൈ ഡു യു ചൂസ് ദാറ്റ് റീസൺ എന്നുള്ളതിന്റെ ഒരു റീസൺ നമ്മൾ ടൈപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് പറയാം, ലൈക്ക് മറ്റേത് ഒരു ദിവസം $2.5 ആണ് ആൻഡ് അത് ഒരു 25 ഡേയ്സ് ആവുമ്പോൾ ഇത് ഇത്ര ഡോളേഴ്സ് ആവും. വേറെ ഇത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു മന്ത്ലി $60 ആവത്തുള്ളൂ ഇൻക്ലൂഡിങ് ദ ഓവർനൈറ്റ് പാർക്കിംഗ്. സോ ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. ആൻഡ് ഇത് നമ്മൾ വേറൊരു സെപ്പറേറ്റ് പേയ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടത് നമ്മൾ ഓൾറെഡി സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആയിക്കോളും. അങ്ങനെ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ നമ്മൾ ഓപ്ഷൻ ബി ചൂസ് ചെയ്ത് ആ റീസൺസ് എല്ലാം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ആൻഡ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. റൈറ്റിംഗ് വലിയ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ടാസ്കുകളുടെ അകത്ത് ലിസ്ണിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും തോന്നില്ല. ഒരു CLB 7 ഓർ എബോവ് നോക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര സിമ്പിൾ തന്നെയാണ്. കാരണം CLB 7 നോക്കുന്ന ആളുകൾക്ക് എന്താണ് അവർ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ അവർ അത്യാവശ്യം ഒരു ലാംഗ്വേജ് ഉള്ള ആളുകളാണ്. ഒരു ലോവർ സ്കോർ വേണ്ട ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് സ്വന്തമായിട്ട് എഴുതാൻ കുറച്ച് പാടായിരിക്കും. അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് PT ചൂസ് ചെയ്യാം. അല്ല നിങ്ങൾ ഒരു ഹൈ സ്കോർ നോക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ CLB 7 ഓർ എബോവ് നോക്കുന്ന ആളുകൾ എന്തുകൊണ്ടും എപ്പോഴും സെൽഫ് ചൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് സെൽഫിന്റെ ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് വേണമെങ്കിൽ നമ്മളെ ജാനമൻ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഏതെങ്കിലും ഒരു ടാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത് കാണിക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ ടാസ്കുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ കോട്ടയത്ത് കഞ്ഞിക്കുടിയിലാണ് ജാനമൻ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബാച്ചസ് ഉള്ളത്. സോ യു കൻ കോൺടാക്ട് മീ ഇൻ ദിസ് നമ്പർ. താങ്ക് യു സോ മച്ച്.